ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ 3ാമത്തെ പാഠമാട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ഒരു പാഠം കേട്ടോ. നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു പാഠമാണ് സൗഹൃദം ജനിക്കുന്നു. സൗഹൃദം ജയിക്കുന്നു കേട്ടോ. അടിസ്ഥാന പാഠാവലിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മലയാളം 2nd. അതിനകത്തിൽ സ്വാതന്ത്ര്യം നമ്മെ സാഹോദര്യത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മുൻ രാജ്യസഭാംഗവും പ്രസിദ്ധ മലയാള സാഹിത്യകാരനുമായ TKC വടുതലയുടെ നുണ എന്ന ലേഖന സമാഹാരത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് ഈ പറയുന്ന പാഠം. ഏതാ? സൗഹൃദം ജയിക്കുന്നു എന്ന് പറയുന്ന പാഠം. എഴുതിയത് ആരാ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് പാഠം പഠിക്കുമ്പോഴും അത് കഥയാണോ കവിതയാണോ എന്ന് അറിയുക കേട്ടോ. അത് ആരാണ് എഴുതിയത് കേട്ടോ, ആദ്യമേ അത് അറിയേണ്ടത് കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇവിടെ സ്വാതന്ത്ര്യം നമ്മെ സാഹോദര്യത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മുൻ രാജ്യസഭാംഗവും പ്രസിദ്ധ മലയാള സാഹിത്യകാരനുമായ TKC വടുതലയുടെ നുണ എന്ന ലേഖന സമാഹാരത്തിലെ ഒരു ഭാഗമാണ് സൗഹൃദം ജയിക്കുന്നു എന്നത് കേട്ടോ. നമുക്കപ്പം നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടല്ലോ, വായിച്ചു നോക്കാമല്ലോ. നമുക്ക് അത്രയും സമയം കളയണ്ട. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിനകത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിനകത്തിലെ ഒരു കഥാപാത്രമാണ് ആരാന്നറിയാമോ? നമ്മുടെ കർണൻ. ആരാണ് ഈ കർണൻ എന്നൊക്കെ ഒന്ന് അറിയണേ കുഞ്ഞുങ്ങൾ. നമ്മുടെ കുന്തിക്ക് ഉണ്ടല്ലോ, കുന്തി ദേവി അറിയാമല്ലോ. കുന്തിക്ക് സൂര്യദേവനിൽ ഉണ്ടായതാണ് കർണൻ. കുന്തിക്ക് സൂര്യദേവനിൽ ഉണ്ടായതാണ്. നമ്മുടെ മഹാഭാരതത്തിലെ സത്യം പറഞ്ഞാൽ ഏറ്റവും ദുരന്തപൂർണവും എന്നാൽ വീരവുമായ ഒരു കഥാപാത്രമാണ് സൂര്യപുത്രനായ കർണൻ്റെ കേട്ടോ. നമ്മൾ ഈ കർണൻ, കുന്തിക്ക് സൂര്യദേവനിൽ ഉണ്ടായതാണ് കർണൻ. ജന്മനാ ലഭിച്ച കവചകുണ്ടലം, ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്താണെന്നറിയോ, കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ഈ കവചകുണ്ടലങ്ങൾ? അത് നമ്മുടെ ശരീരത്ത് ഉള്ളപ്പോഴെന്തല്ല, നമ്മളെ ആരെന്ത് ചെയ്താലും നമുക്കൊന്നും സംഭവിക്കത്തില്ല. അതാണ് കവചകുണ്ടലങ്ങൾ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കുന്തിക്ക് സൂര്യദേവനിൽ ഉണ്ടായ കർണൻ ജന്മനാ ലഭിച്ച കവചകുണ്ടലങ്ങളോടെ ഗംഗയിൽ ഒഴുക്കപ്പെടുകയും തേരാളിയായ ആരാണ് അധിരഥനും രാധയും ചേർന്ന് ഈ കർണനെ എടുത്ത് വളർത്തുകയും ചെയ്തു. അംഗരാജാവായി അറിയപ്പെട്ട കർണൻ അർജുനനോട് തുല്യമായ വില്ലാളിയായിരുന്നിട്ടും, ആരോടാ? അർജുനനോട് തുല്യമായ വില്ലാളിയായിരുന്നിട്ടും ജാതിയുടെ പേരിൽ കേട്ടോ കുഞ്ഞുങ്ങളെ, ജാതി വിവേചനം നേരിടുകയും ദുര്യോധനൻ്റെ വിശ്വസ്ത സുഹൃത്തായിട്ട് പാണ്ഡവർക്കെതിരെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോരാടുകയും ചെയ്ത ആളാണ് നമ്മുടെ കർണനാണ്. നമ്മൾ പറഞ്ഞ ആരെക്കുറിച്ചാണ്? കർണനെക്കുറിച്ചാണ് കേട്ടോ. കർണൻ ആരായിരുന്നു? അതായത് അവിവാഹിതയായിരുന്ന കുന്തി കേട്ടോ കുഞ്ഞുങ്ങളെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉണ്ടല്ലോ അവിവാഹിതയായിരുന്ന കുന്തി. പണ്ടൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പഴയ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? പോയിരുന്ന് ജപിച്ച് തപസ് അനുഷ്ഠിച്ച് ഗർഭം ധരിക്കുന്നതും കണ്ടിട്ടുണ്ടോ? ഒരു കുറച്ച് നാൾ ഇന്ന് തപസ് നിങ്ങൾ TV-യിലൊക്കെ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ മന്ത്രം ജപിച്ച് നമ്മുടെ സൂര്യഭഗവാനുണ്ട്, ആകാശത്ത് നിൽക്കുന്ന സൂര്യഭഗവാൻ ആണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരാ? അവിവാഹിതയായിരുന്നു ആരാ? നമ്മുടെ കുന്തി. ഈ കുന്തി ദേവി മന്ത്രശക്തിയാൽ സൂര്യനാൽ പ്രസവിച്ച പുത്രനാണ് ആരാ? നമ്മുടെ ഈ കർണൻ കേട്ടോ. അപമാന ഭയത്താൽ, പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടുകാർ വെറുതെ വെച്ചേക്കുമോ? കാരണം എന്താ? കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ കല്യാണം കഴിക്കാതെ കുന്തി പ്രസവിച്ചപ്പോൾ കുന്തിക്ക് അഭിമാനം സഹിക്കാൻ വയ്യാതെ അപമാനത്താൽ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കി വിടുക. എങ്ങനെ ഇരിക്കുന്നില്ലയോ? ആ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കി വിടുന്നു. പക്ഷെ ആ കുഞ്ഞിനെ നമ്മുടെ സൂതവംശജരായ രാധയും അധിരഥനും ദത്തെടുത്ത്, എന്ന് വെച്ചാൽ അവർക്കാണ് അത് കിട്ടുന്നത്. അങ്ങനെ അവരതിനെ എന്ത് ചെയ്യുക? രാധയൻ എന്ന് പേരിട്ട് കേട്ടോ ഇങ്ങനെ വളർത്തുകയാണ്. മനസ്സിലാക്കണേ. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ വളർത്തുമ്പം ദ്രോണാചാര്യർ സൂതപുത്രനായ കർണനെ ആയുധവിദ്യ പഠിപ്പിക്കാൻ വിസമ്മതിച്ചു. നമ്മുടെ ദ്രോണാചാര്യർ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദ്രോണാചാര്യർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ. കാരണം എന്താ? ഇത് എവിടുന്നോ വന്നോ കൊച്ചായി, ഇതിനെയൊന്നും എനിക്ക് പഠിപ്പിക്കാൻ വയ്യ അല്ലേ എന്നുള്ള രീതിയിൽ സൂതപുത്രനാന്നൊക്കെ പിന്നെ അറിഞ്ഞു. സൂതപുത്രനായ കർണനെ ആയുധവിദ്യ പഠിപ്പിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. തുടർന്ന് നമ്മുടെ പരശുരാമനെ അറിയാവോ? ആരാ?
പരശുരാമനിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിച്ചെങ്കിലും സൂതപുത്രനാണെന്നറിഞ്ഞപ്പോൾ പരശുരാമൻ അദ്ദേഹത്തെ ശപിക്കുന്നതായിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കഥകളാവും നിങ്ങളെ. ഇത് ഒന്നോ രണ്ടോ നമ്മുടെ ഇതിനകത്തിലൊന്നും ഇത് തീരത്തില്ല കേട്ടോ. പാണ്ഡവരുമായിട്ടുള്ള മത്സരത്തിൽ ദ്രോണർ കർണനെ വിലക്കിയപ്പോൾ നമ്മുടെ ദുര്യോധനൻ കർണനെ അംഗരാജാവായിട്ട് വാഴിക്കുകയും പരമമായ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. കർണന്റെ അജയ്യമായ ഈ കവചകുണ്ടലങ്ങൾ അർജുനന് വേണ്ടി നമ്മുടെ ഇന്ദ്രൻ വന്ന് യാചിക്കുന്നതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കർണൻ അത് കൊടുക്കുകയും അങ്ങനെ അവൻ്റെ ശരീരം ദുർബലമായി പോകുന്നു വെച്ചാൽ അതുവരെയുള്ള ആ പടച്ചട്ട ഊരി കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരീരം ദുർബലമായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൗരവപക്ഷത്ത് പൊരുതിയ ഈ കർണന് യുദ്ധത്തിൻ്റെ 16-ാം ദിവസം രഥചക്രം മണ്ണിൽ പൂഴ്ന്നു പോയപ്പോൾ നോക്കണേ കുഞ്ഞുങ്ങളെ, കൗരവരും പാണ്ഡവരും തങ്ങൾ ഈ യുദ്ധം നടന്നപ്പോഴേ നമ്മുടെ 16-ാം ദിവസം രഥചക്രം മണ്ണിൽ പൂഴ്ന്നു പോകും എന്ന് വെച്ചാൽ അവർ യുദ്ധത്തിന് പോയ രഥമുണ്ടല്ലോ അത് മണ്ണിനകത്തിൽ പൂഴ്ന്നു പോയപ്പോൾ നിരായുധനായിരിക്കെ നമ്മുടെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനനാൽ എന്ത് ചെയ്തു, ഈ കർണൻ വധിക്കപ്പെടുന്നതാണ് കേട്ടോ. അർജുനനെ കൊന്നത് അപ്പോൾ സത്യത്തിൽ ആരാ? ശ്രീകൃഷ്ണ ചതിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കേട്ടോ. ആ ദൈവങ്ങൾക്കിടയിലും അങ്ങനെ ഉണ്ടായിരുന്നു. കൗരവപക്ഷത്ത് പൊരുതിയ കർണന് യുദ്ധത്തിന്റെ 16-ാം ദിവസം, യുദ്ധം ഇങ്ങനെ ഓരോ ദിവസവും നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന തേരുണ്ടല്ലോ രഥചക്രം, അത് മണ്ണിൽ അങ്ങ് പൂഴ്ന്നുപോയി, മണ്ണിൽ പൊതഞ്ഞുപോയി അല്ലേ. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അപ്പം നമ്മുടെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയുണ്ട്, തുടക്കടിച്ച് കൊല്ലെന്നൊക്കെയുള്ള കേട്ടോ. അതൊക്കെ പറയാൻ ഒത്തിരിയുണ്ട്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അവിടെ വധിക്കപ്പെടുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആയുധ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് അവിടെ എന്തായിരുന്നു? ആയുധ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? നമ്മുടെ കുരുപാണ്ഡവർ എന്ന് തന്നെ കേട്ടോ, കുരുപാണ്ഡവർ ആയുധവിദ്യ അഭ്യസിച്ചു തീരുന്ന ദിനം ക്രീഡാങ്കണം എന്ന് പേരുള്ള ഒരു പ്രദർശന സദസ് അവിടെ ഒരുങ്ങുകയാണ്. ആ പേരൊക്കെ ഒന്ന് നോക്കണേ. കുരുപാണ്ഡവര് ആയുധവിദ്യ അഭ്യസിച്ച് തീരുന്ന ദിവസം ക്രീഡാങ്കണം എന്ന് പേരുള്ള പ്രദർശന സദസ് ഒരുങ്ങുകയാണ്. അർജുനൻ സ്വായത്തമാക്കിയ ധനുർവിദ്യ, പേരൊക്കെ നോക്കണേ, ധനുർവിദ്യ പ്രദർശിപ്പിച്ചപ്പോൾ കാണികൾ മുഴുവൻ പേരും വളരെയധികം ജയാരവങ്ങൾ മുഴക്കി ഈ അർജുനനെ വാഴ്ത്തി. അർജുനൻ കീ ജയ്, അർജുനൻ കീ ജയ് എന്നിങ്ങനെ വാഴ്ത്തി കേട്ടോ. ഈ സമയത്ത് തന്നെയാണ് തുല്യ പോരാളിയായ നമ്മുടെ കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അരങ്ങിലെത്തിയത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഒരാളെ ഇങ്ങനെ കീജയ് 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ആൾ വന്ന് അതിനെ വെല്ലുവിളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് എന്താണ്? കുരുപാണ്ഡവർ ആയുധവിദ്യ അഭ്യസിച്ച് തീരുന്ന ദിവസം ക്രീഡാങ്കണം എന്ന് പേരുള്ള പ്രദർശന സദസ് അവിടെ ഒരുങ്ങുകയാണ്. അർജുനൻ സ്വായത്തമാക്കിയ ധനുർവിദ്യ പ്രദർശിപ്പിച്ചപ്പോൾ കാണികൾ മുഴുവൻ പേരും വളരെയധികം ജയാരവങ്ങൾ മുഴക്കി അർജുനനെ വാഴ്ത്തി. ഈ സമയത്താണ് തുല്യ പോരാളിയായ നമ്മുടെ കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അരങ്ങിലെത്തിയത്. അവസാന ദിവസം നടന്നതാ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, കൃപാചാര്യൻ കർണനെ അധിക്ഷേപിച്ചത് എന്തിനാണ്? കൃപാചാര്യൻ കർണനെ എല്ലാവരും അധിക്ഷേപിക്കുന്നത് എന്തിൻ്റെ പേരിലാവും നിങ്ങളെ? രാജകുമാരന്മാരുമായി യുദ്ധം ചെയ്യാൻ തുല്യമായ രാജവംശത്തിൽ ജനിച്ചവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞാണ് അധിക്ഷേപിച്ചത്. നീ ഞങ്ങളുടെ വംശത്തിലൊന്നും പിറന്നതല്ല, അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള യാതൊരു ഇതും ഇല്ലെന്നും പറഞ്ഞാണ് അല്ലേ. ആർക്കൊക്കെ എന്താ അവസരം കിട്ടുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ കർണനെ എല്ലാവരും അപമാനിച്ചിരുന്നു. രാജകുമാരന്മാരുമായി യുദ്ധം ചെയ്യാൻ തുല്യമായ രാജവംശത്തിൽ ജനിച്ചവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മുടെ കർണനെ കൃപാചാര്യർ അധിക്ഷേപിച്ചത്. ഓക്കെ ആണോ? അടുത്തത്, ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തിന് പ്രതികരിച്ചത്? ദുര്യോധനനെ രക്ഷപ്പെടുത്തി കേട്ടോ. ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത്? കൃപരുടെ അധിക്ഷേപം കേട്ട് കുപിതനായി. കൃപര് നമ്മുടെ കർണനെ ഇങ്ങനെ ഓരോ വഴക്കും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ദുര്യോധനൻ നിൽക്കുക കേട്ടോ. കൃപരുടെ അധിക്ഷേപം കേട്ട് കുപിതനായ നമ്മുടെ ദുര്യോധനൻ ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ തന്നെ കർണനെ അംഗരാജാവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. എങ്ങനെ ഇരിക്കുന്നു, മനസ്സിലായോ?
നമ്മുടെ കൃപരുടെ കൃപരാണെങ്കിൽ നമ്മുടെ കർണനെ അങ്ങ് ഓരോ ഇങ്ങനെ നീ എന്താ ഞങ്ങളുടെ ജാതിയിലൊന്നും പെട്ടതല്ല, നിന്നെ മറ്റേതാ മറിച്ചാന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്താ നമ്മുടെ ദുര്യോധനൻ എന്താ ഒന്നും ആലോചിച്ചില്ല. എൻ്റെ കൂട്ടുകാരനെയാണല്ലോ ഈ പറയുന്നതെന്ന് വിചാരിച്ചെന്താ ഒന്നും ആലോചിക്കാതെ തന്നെ കർണനെ അംഗരാജാവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ സൗഹൃദം കൊണ്ടുള്ള വലിയൊരു നീക്കമായിരുന്നു അത് കേട്ടോ. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ ഒരു അപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തൻ്റെ കുലത്തിൽ ജനിച്ചതല്ല എന്ന് പറഞ്ഞ് എപ്പോഴും അപമാനിക്കുമായിരുന്നു. അപ്പം ഇത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ വേണ്ടി നമ്മുടെ ദുര്യോധനൻ എന്താണ് സൗഹൃദം കൊണ്ടുള്ള വലിയ നീക്കമായിരുന്നു അവിടെ നടന്നത് കേട്ടോ. 3. അപ്പം അർജുനനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്നത് ഇതിന് പറയുന്നെങ്കിലും ഉള്ളിലെല്ലാം എന്താ ദേഷ്യമായിരുന്നു കുഞ്ഞുങ്ങളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ദേഷ്യം ഉള്ള ഇവിടെ പറയുന്നുണ്ട് വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്ന ദുര്യോധനൻ പിൽക്കാലത്ത് അർജുനനെ എതിരിടാനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ് കർണനെ കണ്ടത്. അർജുനനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്ന ഈ ദുര്യോധനൻ പിൽക്കാലത്ത് അർജുനനെ എതിരിടാനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ് നമ്മുടെ കർണനെ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, നമ്മുടെ കർണനെ കണ്ടത്. ഓക്കെ ആണോ? വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അടുത്ത ഉള്ളൂരിൻ്റെ വരികൾ വ്യക്തമാക്കുന്നത് കാര്യമെന്ത്? ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നും എടുത്ത വാക്കുകൾ കർണന് ദുര്യോധനനോടുള്ള സൗഹൃദവും അതുപോലെ നന്ദിയും എത്രത്തോളം ദൃഢമായതാണെന്ന് തെളിയിക്കുന്നു. ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നും എടുത്ത വാക്കുകൾ കർണന് ദുര്യോധനനോടുള്ള സൗഹൃദവും നന്ദിയും എത്രത്തോളം ദൃഢമായതാണെന്ന് തെളിയിക്കുന്നു. അപമാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെ അതിൽ നിന്നും മോചിതനാക്കിയതിന് ആജീവനാന്തം മിതത്വം വാഗ്ദാനം കൊടുത്ത കർണന്റെ സൗഹൃദം ഉയർന്നതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു. ആപത്ഘട്ടങ്ങളിൽ നമ്മളെ ഒരാൾ സഹായിക്കുന്നത് അല്ലേ, അത് നമുക്ക് മരിച്ചാലും മരിച്ചാൽ മറന്നു പോകും, മരിക്കുന്നിടം വരെയും നമ്മളത് ഓർത്തിരിക്കും ഇല്ലയോ നിങ്ങളെ? നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു ആപത്ഘട്ടങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ഒരു ഇച്ചിരിയേലും മനസാക്ഷിയുള്ളവരാണെങ്കിൽ നമ്മളതിങ്ങനെ ഓർത്ത് വെച്ചേക്കാം അല്ലേ എന്ന് പറയുന്ന പോലെ. അന്നേരം എല്ലാവരും ഈ കർണനെ അപമാനിച്ചപ്പോൾ രക്ഷിച്ചത് ആരാണ്? നമ്മുടെ ദുര്യോധന അല്ലേ. അപമാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെ അതിൽ നിന്നും മോചിതനാക്കിയതിന് ആജീവനാന്തം മിതത്വം വാഗ്ദാനം കൊടുത്ത കർണന്റെ സൗഹൃദം ഉയർന്നതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു കേട്ടോ. അത് ആ ഉള്ളൂരിൻ്റെ വരികൾ വ്യക്തമാക്കുന്നത് അതാണ്. ഇനി നമ്മുടെ കഥയിൽ ദുര്യോധനൻ്റെ എന്ത് സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്നും മനസ്സിലാക്കുന്നത്? ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത്? നിങ്ങളുടെ പ്രതികരണം എഴുതാനോ അങ്ങനെ ഒരു ചോദ്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ചുരുക്കി നിങ്ങൾ ആ കഥയൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ടോ അത് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ഇത് തന്നെ അങ്ങ് എഴുതണമെന്നല്ല, നിങ്ങൾ ആ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ മനസ്സിലാവുന്നത് അത് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഈ കർണൻ്റെ ജീവിതം എന്നും അപമാനത്തിൻ്റേതായിരുന്നു. ഞാൻ ഈ ഓരോ ഡോട്ട് ഇട്ട് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. കർണൻ്റെ ജീവിതം എന്നും അപമാനത്തിൻ്റേതായിരുന്നു കുഞ്ഞുങ്ങളെ. പാണ്ഡവരിലെ മൂത്തവനായിരുന്നിട്ടും അയാൾക്ക് അംഗീകാരമൊന്നും ലഭിച്ചില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ അയാൾ സൂതപുത്രനായിട്ടാണ് അറിയപ്പെട്ടത്. പക്ഷേ ആയുധവിദ്യാപ്രകടനത്തിന് മുതിർന്ന കർണനെ കൃപാചാര്യർ ജാതി പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചു അല്ലേ. ഒപ്പമുള്ള ഒരാളിനെ ജാതീയമായി അധിക്ഷേപിച്ചപ്പോൾ അത് കണ്ടു നിൽക്കാൻ നമ്മുടെ ദുര്യോധനന് ആയില്ല. മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ കർണനെ അംഗരാജാവായി വാഴിക്കാൻ ദുര്യോധനൻ തീരുമാനിക്കുന്നു. പ്രത്യുപകാരമായി താനൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും സ്നേഹവും സൗഹാർദ്ദവും എക്കാലവും എന്നതാണ് ആഗ്രഹമെന്നും നമ്മുടെ ദുര്യോധനൻ പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ദുര്യോധന ക്ഷേത്രം ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളെ, മലനട കേട്ടോ. മലനട ദുര്യോധന ക്ഷേത്രം. ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കകത്തിൽ അവിടെ എത്ര 3 ലക്ഷത്തിൽ പരം വിളക്കുകളാണ് ഇപ്രാവശ്യം അവിടെ അതിന് ചുറ്റും അമ്പലത്തിന് ചുറ്റും കത്തിച്ചത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. നമ്മുടെ ദുര്യോധന ക്ഷേത്രത്തിലാണ് കേട്ടോ. ഫേമസ് ആയ ഒരു അമ്പലമാണ്. അപ്പം ഇവിടെ അദ്ദേഹം അതുപോലെ തന്നെ കേട്ടോ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാൾ തന്നെയാണ്
കേട്ടോ. അപ്പോൾ പ്രത്യുപകാരമായിട്ട് താനൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും സ്നേഹവും സൗഹാർദ്ദവും എക്കാലവും നിലനിൽക്കണമെന്നതാണ് ആഗ്രഹമെന്നും നമ്മുടെ ദുര്യോധനൻ പറയുന്നു എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. കർണൻ്റെ ഇതൊക്കെ ഈ കഥ നിങ്ങളങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എന്താണോ ഈ കഥയിൽ മനസ്സിലായത് അത് നിങ്ങളങ്ങ് എഴുതുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഈ ഒരു ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ച് എഴുതി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ. വൃത്തിയായിട്ട് പഠിച്ചോണം. ഇനി സമയമില്ല, വിരളെ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഇനി പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു.